സീമന്തരേഖയിലെ സിന്ദൂരം മായിച്ചു കളയേണ്ടി വന്ന ഹതഭാഗ്യരായ ആ സഹോദരിമാർ മോദിയോട് പറഞ്ഞു. മോദി കേൾക്കുക മാത്രമല്ല കാണുകയും ചെയ്തു. തൃക്കണ്ണ് തുറന്ന് ഭീകരന്മാരെ ഭസ്മമാക്കിയ നരേന്ദ്രമോദി തന്നെയാണ് ഗംഗാപ്രവാഹം പോലെ സിന്ധു പ്രവാഹം സൃഷ്ടിച്ച് പാകിസ്ഥാനിൽ പ്രളയം തന്നെ സൃഷ്ടിച്ചത്. പാകിസ്ഥാൻ ഇന്ത്യയുടെ മാറുന്ന യുദ്ധതന്ത്രം പഠിക്കുകയായിരുന്നു. ആണവായുധം ആയുധപ്പുരയിൽ സൂക്ഷിക്കുന്നതിനപ്പുറം അത് എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാകിസ്ഥാന് കഴിയില്ല എന്ന് നരേന്ദ്രമോദി തെളിയിച്ചു. ഏപ്രിൽ 25 ഒന്നുമറിയാതെ കാശ്മീരിൻ്റെ സൗന്ദര്യം നുകരാനെത്തിയ നിരപരാധികളായ വിനോദസഞ്ചാരികളെ നിർദ്ദയം വെടിവെച്ച ഭീകരന്മാരുടെ ചിത്രമാണ് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. സാധാരണ ഭീകരന്മാർ കടന്നു വന്നാൽ അവർ പട്ടാളക്കാർക്ക് എതിരെ നിറയൊഴിക്കുകയാണ് പതിവ്. പഹൽഗാമിൽ വളരെ വ്യത്യസ്തമായൊരു അക്രമമാണ് നടന്നത്. അവർ ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിയ പുരുഷന്മാരുടെ ട്രൗസർ ഊരി പരിശോധിച്ചു അവർ ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന്. കലിമ ചൊല്ലാൻ പറഞ്ഞു അവരേത് മതത്തിൽപ്പെട്ടവരാണ് എന്നറിയാൻ. നിർദ്ദയം അവരെ വെടിവെച്ചു വന്നപ്പോൾ നിസ്സഹായരായി നിലവിളിച്ച സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ മോദിയോട് പോയി പറയാൻ. സീമന്തരേഖയിലെ സിന്ദൂരം മായിച്ചു കളയേണ്ടി വന്ന ഹതഭാഗ്യരായ ആ സഹോദരിമാർ മോദിയോട് പറഞ്ഞു. മോദി കേൾക്കുക മാത്രമല്ല കാണുകയും ചെയ്തു. 15 ദിവസം നീണ്ടുനിന്ന നിശബ്ദത. ഇതിനിടയിൽ ഒട്ടേറെ സംഭവങ്ങൾ ഇന്ത്യയിലുണ്ടായി. ഇന്ത്യയിലെ സുരക്ഷാ വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് മല്ലികാർജുന ഖാർഗ് എന്ന് പറയുന്ന മഹാനായ നേതാവ് കണ്ടെത്തി. അദ്ദേഹം കണ്ടെത്തിയതല്ല, രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തൽ അദ്ദേഹം ഏറ്റുപറഞ്ഞതാണ്. 370 വകുപ്പ് പിൻവലിച്ചതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം എന്ന് CPMലെ ബുദ്ധിരാക്ഷസനായ MA ബേബി പറഞ്ഞു. മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിശബ്ദരായി സാഗൂതം എന്താണ് രാജ്യം ചെയ്യുന്നത് എന്ന് വീക്ഷിക്കുക മാത്രമല്ല, സർക്കാരിൻ്റെ പിന്നിൽ അണിനിരക്കാനുള്ള എല്ലാ സൗമനസ്യവും അവർ കാണിച്ചു. കോൺഗ്രസും CPMും മാത്രമേ ഉള്ളൂ വ്യത്യസ്തമായ ഒരു സ്വരത്തിൽ സംസാരിച്ചത്. സ്റ്റാലിൻ പോലും സംസാരിച്ചില്ല എന്ന് മനസ്സിലാക്കണം. എന്തായാലും ശരി, സീമന്തരേഖയിൽ സിന്ദൂരം മായ്ച്ചു കളയേണ്ടി വന്ന ആ സ്ത്രീകളുടെ ദീനാരോധനം, നിസ്സഹായമായ ആ നിലവിളി നരേന്ദ്രമോദി എന്ന ധീരനായ പ്രധാനമന്ത്രി കാണുകയും കേൾക്കുകയും ചെയ്തതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് പാകിസ്ഥാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകം ഇതുവരെ മോദിയെ കണ്ടത് വളരെ സൗമ്യനായ ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ്, ഒരു രാഷ്ട്രത്തലവനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ സന്ദർശന വേളയിലൊക്കെ മറ്റ് രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുമായി വ്യക്തിപരമായി സൗഹൃദം പുലർത്താനും അവരെ ചിരിച്ച് ചേർത്ത് നിർത്താനും സഹോദര ഭാവേന പെരുമാറാനും കഴിയുന്ന ഒരു മോദിയെയാണ് പുടിനും ട്രംപും അതുപോലെ തന്നെ വിദേശത്തെ മറ്റ് പല രാഷ്ട്രത്തലവന്മാരും കണ്ടിട്ടുള്ളത്. മോദിയുടെ വ്യത്യസ്തമായൊരു മുഖമാണ് കഴിഞ്ഞ 2 ദിവസമായി ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദി മാറുകയായിരുന്നു, സംഹാരരുദ്രനായി മാറുകയായിരുന്നു. തൻ്റെ സഹോദരിമാരെ വിധവകളാക്കിയ മതഭ്രാന്തന്മാർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന ഇച്ഛാശക്തിയുള്ള പ്രധാനമന്ത്രി മറുപടി നൽകിയത്. ശിവതാണ്ഡവം പോലെ ഭീകരമായിരുന്നു. ശിവൻ്റെ തൃക്കണ്ണിൽ നിന്ന് വർഷിച്ച അഗ്നി ഏതിനെയും ഭസ്മമാക്കുന്നത് പോലെ ഭീകരന്മാരുടെ താവളം ഒരു പിടി ചാമ്പലാകുന്നതാണ് പിന്നീട് കണ്ടത്. പക്ഷേ അപ്പോഴും പാകിസ്ഥാൻ്റെ മതഭ്രാന്ത് അവസാനിച്ചില്ല. അവർ വീണ്ടും ഇന്ത്യയെ ആക്രമിക്കാൻ തുനിഞ്ഞു. പിന്നീട് ലോകം കണ്ടത് മിസൈൽ വർഷം കൊണ്ട് പാകിസ്ഥാൻ ശ്വാസം മുട്ടുന്നതാണ്. തൃക്കണ്ണ് തുറന്ന് ഭീകരന്മാരെ ഭസ്മമാക്കിയ നരേന്ദ്രമോദി തന്നെയാണ് ഗംഗാപ്രവാഹം പോലെ സിന്ധു പ്രവാഹം സൃഷ്ടിച്ച് പാകിസ്ഥാനിൽ പ്രളയം തന്നെ സൃഷ്ടിച്ചത്. പാകിസ്ഥാൻ ഇന്ത്യയുടെ മാറുന്ന യുദ്ധതന്ത്രം പഠിക്കുകയായിരുന്നു. മതഭീകരത കയറ്റുമതി ചെയ്ത് ജീവിക്കുന്ന ഒരു രാജ്യം, ഭീകരന്മാരെ പരിശീലിപ്പിച്ച് ജീവിക്കുന്ന ഒരു രാജ്യം, ഭീകരന്മാർ സൈനിക മേധാവികളുടെ യൂണിഫോം അണിഞ്ഞ് രാജ്യത്തെ ക്രമസമാധാന നിലയും രാജ്യസുരക്ഷയും ഉറപ്പാക്കുന്ന ഒരു രാജ്യം. അത്തരം ഒരു രാജ്യത്തിന്
ചുട്ട മറുപടിയാണ് നരേന്ദ്രമോദി നൽകിയത്. ഷഹനാസ് ഷെരീഫ് എവിടെയാണ്? ഏതോ കട്ടിൽ കീഴിൽ അദ്ദേഹം ഒളിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സുരക്ഷിതനായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ കഴിയുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എവിടെയാണെന്ന് പാകിസ്ഥാനികൾക്ക് പോലും അറിയില്ല. യുദ്ധത്തിന് കാരണക്കാരനായ അസീം മുനീർ എന്ന കൊടും ഭീകരനായ ഒരു പട്ടാള ജനറൽ ഇന്ന് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ തടവറയിലാണ് എന്ന് മനസ്സിലാകുന്നത്. ഇവിടെ വ്യത്യസ്തനായ ഒരു മോദിയാണ് നമ്മൾ കണ്ടത്. പാകിസ്ഥാൻ ഇന്ന് നിസ്സഹായമായ ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. മോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തി ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇന്ത്യയെ ഒറ്റക്കെട്ടായി തൻ്റെ പിന്നിൽ അണിനിരത്താൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിരിക്കുന്നു. ലോകം നരേന്ദ്രമോദിയെ തിരിച്ചറിയുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യയുടെ ശക്തി എന്താണ്, ഇന്ത്യയുടെ കരുത്തെന്താണ്, ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷി എന്താണ് എന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ആശ്വസിച്ചത് ചൈനയിൽ നിന്ന് വരുത്തിയ ആയുധങ്ങൾ അത് തങ്ങളെ സംരക്ഷിക്കുമെന്നായിരുന്നു. പക്ഷേ ചൈന നൽകിയ ആയുധങ്ങളുടെ അപര്യാപ്തത അത് പാകിസ്ഥാന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടു. പാകിസ്ഥാൻ്റെയും ടർക്കിയുടെയും സഹായം കൊണ്ട് ഇന്ത്യയെ നേരിടാം എന്ന് കരുതിയിരുന്ന പാകിസ്ഥാൻ ഭീകരന്മാർക്ക് നൽകിയ കടുത്ത മുന്നറിയിപ്പായിരുന്നു ഈ ആക്രമണം. ഇത് പാകിസ്ഥാൻ്റെ നട്ടെല്ലൊടിച്ചിരിക്കുകയാണ്. 71 യുദ്ധത്തിൽ തകർന്നു വീണ പാകിസ്ഥാൻ വീണ്ടും ഈ പ്രഹരം കൂടി താങ്ങിക്കഴിയുമ്പോൾ എണീറ്റ് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ ദുർബലമാകും എന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 15 ദിവസം ഇന്ത്യ ഗവൺമെൻറ് ഉറങ്ങുകയല്ലായിരുന്നു എന്ന് ലോകത്തിനെ മാത്രമല്ല രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെയും ബോധ്യപ്പെടുത്താൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. എപ്പോഴടിക്കണം, എങ്ങനെ അടിക്കണം, എവിടെ അടിക്കണം എന്ന കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങിയത്. അപ്രതിരോധ്യമായ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു. ചൈനയുടെ സഹായം കൊണ്ടോ ടർക്കിയുടെ സഹായം കൊണ്ടോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സഹായം കൊണ്ടോ പാകിസ്ഥാന് നിൽക്കാൻ കഴിയില്ല എന്ന് നരേന്ദ്രമോദി തെളിയിച്ചു. ഇസ്ലാമിക രാജ്യത്തെ ഹീറോയായിരുന്നു പാകിസ്ഥാൻ. അവരുടെ കയ്യിൽ ആണവായുധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട്. ആണവായുധമുള്ള ഏക മുസ്ലിം രാജ്യം എന്ന നിലയിലാണ് പാകിസ്ഥാന് ഒരു ഹീറോ പരിവേഷം കിട്ടിയിരുന്നത്. പക്ഷേ തങ്ങളുടെ കയ്യിൽ വശമുള്ള ആണവായുധം ആയുധപ്പുരയിൽ സൂക്ഷിക്കുന്നതിനപ്പുറം അത് എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാകിസ്ഥാന് കഴിയില്ല എന്ന് നരേന്ദ്രമോദി തെളിയിച്ചു. ഇത് ഇന്ത്യയുടെ വലിയൊരു വിജയമാണ്. രാജ്യസ്നേഹിയായ ഒരു പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ നേട്ടമാണ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ അർപ്പണബോധത്തിൻ്റെയും നിസ്വാർത്ഥമായ സേവനത്തിൻ്റെയും പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പാകിസ്ഥാനിലെ സൈന്യം പാകിസ്ഥാൻ ഭരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങളുടെ രക്തം ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന നികൃഷ്ട ജീവികളാണെങ്കിൽ, ഇന്ത്യയുടെ സൈന്യം അതിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു. സൈന്യത്തിന് എല്ലാ അധികാരങ്ങളും കൊടുത്തു, എപ്പോഴടിക്കണം, എങ്ങനെ അടിക്കണമെന്ന് തീരുമാനിക്കാൻ. പക്ഷേ സൈന്യം ഓരോ നീക്കങ്ങളും രാഷ്ട്രീയ നേതൃത്വവുമായി പങ്കുവച്ച് തന്നെയാണ് ചെയ്തത്. ജനാധിപത്യ ബോധമുള്ള ഒരു സൈന്യമാണ് ഇന്ത്യക്കുള്ളത്. രാജ്യസ്നേഹമുള്ള ഒരു സൈന്യമാണ് ഇന്ത്യക്കുള്ളത്. പണത്തിനോടെ ആർത്തിമൂത്ത ദുരമൂത്ത ജനറൽമാരല്ല ഇന്ത്യൻ സൈന്യത്തെ നയിക്കുന്നത്. അവരെ നയിക്കുന്നത് രാജ്യസ്നേഹമാണ്. അത് ലോകം തിരിച്ചറിഞ്ഞു, പാകിസ്ഥാനും തിരിച്ചറിഞ്ഞു.